ഇന്ന് പുലർച്ചെ തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ആന ഇടഞ്ഞോടുന്നതിന് തൊട്ട് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടത്. ഘടകപൂരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം 7 ആനപ്പുറത്ത് പഞ്ചവാദ്യത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ട് പാറമേക്കാവിലേക്കുള്ള എഴുന്നള്ളിപ്പ് പോകുന്ന സമയമായിരുന്നു. നടുവിലാലിൻ്റെ അവിടെ നിന്ന് നായ്ക്കലാലിൻ്റെ അവിടെയുള്ള പമ്പിൻ്റെ അവിടെ എത്തുമ്പോഴേക്കും ഒരു ആന ചെറിയൊരു കുസൃതി കാണിച്ചു. ആ സമയത്ത് തന്നെ പാപ്പാമാരും സ്ക്വാഡും ചേർന്ന് ആനയെ ലോക്കാക്കുകയുണ്ടായി. അപ്പോൾ വേറൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവണ്ടെന്ന് കരുതി ബാക്കിയുള്ള ആനകളെയൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റുകയുണ്ടായി പാപ്പാമാർ. ആ ഒരു സമയത്ത് പാനിക്കായിട്ടാണ് ഈ ഒരു ആന പതുക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ പിന്നെ സ്പീഡ് കൂടി ഓടാൻ തുടങ്ങി. പാപ്പാമാരും സ്ക്വാഡും നല്ല രീതിയിൽ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആന പുറകിലേക്കാണ് ഓടിയിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ക്രൗഡ് ഉണ്ടായിരുന്നില്ല. പക്ഷെ മുന്നിൽ ഈ ഒരു പൂരത്തിൻ്റെ മുന്നിൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആന ഓടിച്ചെന്നത് നടുവിലാലിൻ്റെ അവിടുത്തെ പന്തലിൻ്റെ ഭാഗത്തേക്കായിരുന്നു. ആ ഒരു ഭാഗത്താണെങ്കിൽ നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 1000-ന് മുകളിൽ ആൾക്കാരുണ്ടായിരുന്നു. ആ ഒരു സൈഡിൽ ബാരിക്കേഡൊക്കെ വെച്ചതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് മാറാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ശരിക്കും പേടിച്ച് പോയൊരു നിമിഷമായിരുന്നു അത്. വലിയൊരു ദൈവത്തിൻ്റെ ഒരു കാരുണ്യ സ്പർശനം കൊണ്ടോ എന്തോ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആന അപ്പുറത്തേക്ക് എത്തി. അതിനുശേഷം ആൾക്കാരൊക്കെ പാനിക്കായിട്ട് 4 സൈഡിലേക്കും ചിതറി ഓടുകയായിരുന്നു. ഓരോ ചെറിയ ശബ്ദം കേൾക്കുമ്പോഴും ആൾക്കാർ പിന്നെ ഓരോ ഗ്രൂപ്പായിട്ട് ഓടാൻ തുടങ്ങി. പിന്നീട് കുറേ പേരെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഷോക്കായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ പൂരത്തിൻ്റെ സമയത്ത് ഘടകപൂരങ്ങളുടെ ഇടയിൽ ഈ ഒരു ആനയുടെ മുന്നിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ ഒരുപാട് സമയം ഒരു ഉത്സവങ്ങൾ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ആന നല്ല ശാന്തനായിരുന്നു.